ഹലോ. IBPS PO പ്രിലിംസ് കഴിഞ്ഞിട്ട് എല്ലാവരും മെയിൻസിന് വേണ്ടി ഇതേ പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കാണും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പ്രിലിംസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ കയറിയ ഷിഫ്റ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഞാൻ എത്ര അറ്റംപ്റ്റ് കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 23, 24 2 ദിവസങ്ങളിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ ഷിഫ്റ്റ് 24-ാം തീയതി ഏറ്റവും ലാസ്റ്റ് 3:30-ക്കുള്ള ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 24-ാം തീയതി ലാസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ആദ്യം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന റീസണിങ് സെക്ഷനാണ്. അതിപ്പോൾ എല്ലാ ഷിഫ്റ്റിലും ഈ ഒരു പാറ്റേണിലാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. റീസണിങ്, ഇംഗ്ലീഷ്, കോണ്ടന്റ്. റീസണിങ് സെക്ഷൻ നമുക്കറിയാം 35 ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് 40 മാർക്കാണ്. അപ്പോൾ അതിൽ ആദ്യം മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്കൊരു വേർഡ് തന്നിട്ട് അതിൽ 4 അതായത് 7, 8, 10, 12 ഈ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു മീനിങ് ഫുൾ വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡിജിറ്റ് തന്നിട്ടുള്ള ബോത്ത് ആൻഡ് ഫോർവേഡും ബാക്ക്വേർഡും എത്ര ഡിജിറ്റ് ഇടയ്ക്കുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഓഡ് വൺ ഔട്ട്, അത് കുറച്ച് ആൽഫബറ്റ് തന്നിട്ട് അതിൽ ഓഡ് വൺ ഔട്ട് ചെയ്താന്നുള്ളത്. അങ്ങനെ ഒരു 3 മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ. പിന്നെ സിലോജിസ് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ റാങ്കിങ് ഒരു 3 ക്വസ്റ്റ്യൻ, കോഡിങ് ഡീകോഡിങ് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 4 പസിലാണ് കേട്ടോ. മിസ്ലേനിയസ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലോജിസും ഓർഡർ റാങ്കിങ്, കോഡിങ് ഡീകോഡിങ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്, ഈസി ആയിട്ടുള്ളതായിരുന്നു, അത്ര ടഫായിട്ടുള്ളതായിരുന്നില്ല. പക്ഷേ പസിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 6% പസിൽസ് ഉണ്ടായിരുന്നു. ഒന്ന് ബോക്സ് പസിലും ഒന്ന് സർക്കുലറും ഉണ്ടായിരുന്നു. അത് രണ്ടും ഡബിൾ വേരിയബിൾ ആയിരുന്നു. ഒന്നിൽ ABCD, അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ്. വേറെ ഒന്നെന്ന് പറയുന്നത് ഒരു സർക്കുലർ അറേഞ്ച്മെൻറ്റ്സ്, അതിലെല്ലാവരും ഇൻസൈഡ് നോക്കിയിരിക്കുന്നു, അവരുടെ പെറ്റിൻ്റെ പേര്. അങ്ങനെ ഡബിൾ വേരിയബിൾ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള കുറച്ച് പേര് നോർത്ത്, കുറച്ച് പേര് സൗത്ത്, 7 പേരാണ്. കുറച്ച് പേര് നോർത്ത്, സൗത്ത് നോക്കിയിരിക്കുന്നു. അത് എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അത് പിന്നുള്ളത് ഇയർ ബേസ്ഡ് പസിലാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ലീനിയർ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇയർ ബേസ്ഡ് പസിലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എൻ്റെ റീസണിങ്ങിലെ അറ്റംപ്റ്റ് 25 ആയിരുന്നു. എനിക്ക് ആ ഒരു മീനിങ് ഫുൾ വേർഡ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ കറക്റ്റാണ് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് സെക്ഷനാണ്. ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്കിനാണ്. RC ഉണ്ടായിരുന്നു. RCയിൽ ഒരു 9 ക്വസ്റ്റ്യനിൽ ഇത്തിരി നമുക്ക് വായിക്കാനുള്ള ഒരു RC ആണ്. ഒരു 3 ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ, ബെനിഫിറ്റ്, പിന്നെ വേറൊരു വേർഡും കൂടെ ഉണ്ടായിരുന്നു. അതിൽ സിനോണിംസ്, ആൻറ്റോണിംസ്, അതായത് നമുക്ക് സെയിം ആയിട്ടുള്ളതും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും വേർഡ്സ്. അത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ ഏകദേശം ഇപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ അഡ്വാൻറ്റേജ്, പ്രോഫിറ്റ്, അങ്ങനെ ഏകദേശം സെയിം മീനിങ്ങിൽ വരുന്ന വേർഡ്സ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് പാസേജ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത്രയും കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റ തവണ പാസേജ് വായിച്ചിട്ട് പറ്റുന്ന 1-2 ക്വസ്റ്റ്യൻസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. RCയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് നമുക്ക് വായിച്ചെടുക്കേണ്ടതായിരുന്നു. അത്രയും സമയം എനിക്ക് കിട്ടിയില്ല. RC ഞാൻ ലാസ്റ്റായിരുന്നു ചെയ്തത്. പിന്നെ ക്ലോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു 5 ക്വസ്റ്റ്യൻ ആണ്. അതും 1-2 ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ടഫായിരുന്നു കേട്ടോ, ഇംഗ്ലീഷ് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ എപ്പോഴും കുറച്ച് ഒരു 5 സെൻറ്റൻസ് എന്നിട്ട് ഇതിൽ ഗ്രാമാറ്റിക്കലി റോങ് ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളതായിരിക്കും സാധാരണ വരുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു സ്ലോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഒരെണ്ണം മാത്രമേ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഈസി ആയിരുന്നു. അതൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് 3 ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ മാച്ച് ദ കോളം, അതൊരു 3 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരെണ്ണം അതിലും കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേർഡ് റീഅറേഞ്ച്മെൻറ്റ് ഉണ്ട്, അതൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും നല്ല ഈസി ആയിരുന്നു. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേർഡ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വേർഡ് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് കൺഫ്യൂസിങ് പോലെ എനിക്ക് തോന്നി. അതൊരു 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലും ഞാൻ 1-2 കൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ ഇംഗ്ലീഷിൽ എൻ്റെ അറ്റംപ്റ്റ് 17 ആണ്. പിന്നെ ഞാനൊന്നും കറക്കി കുത്തിയിട്ടില്ല. എനിക്ക് കുറച്ചെങ്കിലും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് സെക്ഷനിലുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് കോണ്ടിൻ്റെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് 35 ക്വസ്റ്റ്യൻ 30 മാർക്കിനാണ്. പിന്നെ ഇതൊരു ഈക്വൽ മാർക്കിംഗ് പാറ്റേണിലായിരുന്നു ഇത്തവണ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് കറക്റ്റ് ഇപ്പോൾ കോണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കെന്ന് അറിയണമെങ്കിൽ ആ ഒരു 30 മാർക്കാണ് ടോട്ടൽ. 30/35 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു മാർക്ക് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങും അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ കോണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യം അപ്രോക്സിമേഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലൊരു 3 അറ്റൻഡ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു ട്രിക്കി പോലെ ഉണ്ടായിരുന്നു.
റൂട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ സമയം കൂടുതൽ എടുക്കുന്നുള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത്. പിന്നെ ഉണ്ടായിരുന്നത് മിസ്സിംഗ് നമ്പേഴ്സ് ആയിരുന്നു. ഞാൻ ഈ ഒരു ഓർഡറിലാണ് കേട്ടോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം അപ്രോക്സിമേഷൻ കൊടുത്തു, ഈസി ആയിട്ടുള്ളതൊക്കെ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഡി ഐയും അരിത്മെറ്റിക് ഒക്കെ ലാസ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മിസ്സിംഗ് നമ്പേഴ്സ് 4 ക്വസ്റ്റ്യൻ, അത് 4ഉം ഈസി ആയിട്ടുള്ളതായിരുന്നു, നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കേസ്ലെറ്റ് ഉണ്ടായിരുന്നു, ആ കേസ്ലെറ്റ് ഞാൻ വായിക്കാൻ പോലും നിന്നില്ല, സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൈ ചാർട്ട് ഉണ്ടായിരുന്നു, അത് 6 ക്വസ്റ്റ്യൻ ഉള്ളൊരു പൈ ചാർട്ടാണ്. അത് നമുക്ക് ഇത് ഡീകോഡ് ചെയ്യാൻ ഈസിയാണ്. ഒരു 5 ABCD കൊടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്, ടോട്ടലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒരു 2-3 നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ട് എക്സും വൈ ഒക്കെ എടുത്ത് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ബാർ ഗ്രാഫ് ഉണ്ടായിരുന്നു. ബാർ ഗ്രാഫിൽ നമുക്ക് ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള ഒരു 3 വെച്ചിട്ടുള്ളൊരു ബാർ ഗ്രാഫായിരുന്നു. അതിൽ ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാബ്ലറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെസ്ക് ടോപ്പിൻ്റെയും ടാബ്ലറ്റിൻ്റെയും കൂടെ റേഷ്യോ തന്നിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാണ്ടിറ്റി 1, ക്വാണ്ടിറ്റി 2 ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൽ 3 ഉണ്ടായിരുന്നു. അത് 3 ഞാൻ വായിച്ച് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അരിത്തമെറ്റിക്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 4 കണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല അത് എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളതും. ടോട്ടൽ ക്വാണ്ടി സെക്ഷനിൽ 19 അറ്റംപ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇനി ടോട്ടൽ അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ മൊത്തം 61 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞാനിവിടെ വീട്ടിൽ ഗൈഡ്ലിയുടെ മോക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗൈഡ്ലിയുടെ മോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിത് കുറച്ചുകൂടി ചെയ്യാൻ പറ്റിയ പോലെ തോന്നി. അപ്പോൾ എക്സാം എഴുതി എല്ലാവരും റിലാക്സ് ആയിട്ട് മെയിൻസിന് വേണ്ടി പഠിക്കുക കേട്ടോ. നമുക്കറിയത്തില്ല, ചിലപ്പോൾ നോർമലൈസേഷൻ വരുമ്പോൾ നമ്മൾ കൊടുത്ത അറ്റംപ്റ്റ് കുറവാണെങ്കിൽ പോലും എല്ലാം ആക്യുറേറ്റ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് നോർമലൈസേഷനിലൂടെ നമുക്ക് മാർക്ക് കിട്ടും. കഴിഞ്ഞ തവണത്തേക്കാൾ വേക്കൻസിയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഒട്ടും ടെൻഷൻ ആവേണ്ട ആരും, എല്ലാവരും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്റ്റഡി വ്ലോഗായിട്ട് കാണാം. ടാറ്റാ.